ഹായ് ഓൾ. 2024 അവസാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ അവസരങ്ങളുടെ വസന്തം തീർത്തുകൊണ്ട് SBI വീണ്ടും വന്നിട്ടുണ്ട്. SBI ഓഫീസർ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് SBI ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് SBI PO ആണ്. ബാങ്കിങ് രംഗത്ത് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ജോബ് പ്രൊഫൈൽ SBI PO. സോ നമുക്ക് SBI POയുടെ ഡീറ്റെയിൽസിനകത്തേക്ക് നോക്കാം. ഇതിന് ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് മാറ്റങ്ങൾ എക്സാമിനേഷൻ്റെ പാറ്റേണിൽ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ആ സ്ട്രക്ചറിനകത്ത് ചെറിയൊരു മാറ്റങ്ങൾ കൂടെ SBI വരുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് SBIയുടെ കാര്യങ്ങൾ എന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, പലപ്പോഴും ആപ്ലിക്കേഷൻസ് അയക്കുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്കുകളും വരുത്തിയിട്ട് നമ്മൾ രണ്ടാമതൊരു സാധനം സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മിസ്റ്റേക്കുകൾ വരുത്താതെ തന്നെ നമ്മൾ അപേക്ഷ അയക്കുക, ബട്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തതായിരിക്കും അവർ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുക എന്നതാണ്. സോ SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 600 വേക്കൻസികളാണ്. 600 ഒഴിവുകളുമായിട്ടാണ് SBIയിൽ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ 600 ഒഴിവുകളിലേക്ക് അവർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഡേറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് അതായത് ഇന്ന് മുതൽ തന്നെ അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങുന്നതാണ്. ദെൻ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ, അതായത് ഫേസ് 1 ഓഫ് ദ എക്സാമിനേഷൻ മാർച്ച് 8-15 തീയതികളിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് നമ്മുടെ കയ്യിൽ ജനുവരിയും ഫെബ്രുവരി ഈ 2 മാസം പ്രോപ്പറായിട്ടുണ്ട്. മാർച്ച് 8-15 തീയതികളിലായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്, ഫെബ്രുവരിയിൽ നമുക്ക് SBI ക്ലർക്ക് കൂടെ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ-മെയ് മാസങ്ങളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ-മെയ് മാസങ്ങളിലായിട്ട് മെയിൻ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ മേജറായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും അതിനുശേഷമുള്ള ഇൻ്റർവ്യൂസാണ്. ഇൻ്റർവ്യൂസ് മറ്റ് കാര്യങ്ങളും സൈക്കോമെട്രിക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മെയ്-ജൂൺ മാസങ്ങളിലായിട്ടും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡേറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ മാർച്ച് 8-15 തീയതികളിൽ, മെയിൻ എക്സാമിനേഷൻ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ, ദെൻ സൈക്കോമെട്രിക് ആൻഡ് ഗ്രൂപ്പ് GD ഇൻ്റർവ്യൂ എക്സസൈസ് മെയ്-ജൂൺ മാസങ്ങളിലാണ്. ദെൻ ആസ് യൂഷ്വൽ ഏജ് മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബിലോ 21 ഇയേഴ്സുകാർക്ക് പറ്റത്തില്ല. അവരെ സംബന്ധിച്ച് ഇതാണ്ട് ഈ 2 ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ 2 ഡേറ്റ് ഓഫ് ബർത്തുകൾക്ക് ഇടയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ, ഇത് ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. സോ പറ്റുന്ന മുഴുവൻ ആളുകളും അപേക്ഷ അയച്ചിരിക്കണം. അവസരങ്ങൾ വല്ലപ്പോഴുമാണ് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് വരിക. നമ്മൾ പ്രിപ്പറേഷൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ജോബിലേക്ക് പോകാനും സാധിക്കണം, അതും SBI പോലുള്ളൊരു ജോബ്. ദെൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം എനി ഗ്രാജുവേഷൻ എന്ന് മാത്രമാണ് പറയുന്നത്. ഏത് മാർക്ക് പെർസെൻറ്റേജ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് പാസ്സാണെങ്കിലും 80% ആണെങ്കിലും 90% ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും SBIക്ക് അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല. ഏതൊരാളെയും SBI വെൽക്കം ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ആൻ ഇനഫ് ക്വാളിഫിക്കേഷൻ ടു അപ്ലൈ ഇൻ ദ പോസ്റ്റ്. അടുത്തതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കാലങ്ങളായിട്ട് എക്സാമിനേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സാമിനേഷനിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഒരു ചെറിയ മാറ്റം SBI വരുത്തിയിരിക്കുന്നു. പ്രിലിമിനറി എക്സാമിനേഷനിൽ ഇംഗ്ലീഷിൽ നമ്മൾ നോർമലി 35 ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ 30 ചോദ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 40 ചോദ്യമാക്കി കൂട്ടിയിട്ടുണ്ട്. 10 ചോദ്യം ഇംഗ്ലീഷിനകത്ത് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ സമയത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 30 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നൽകുന്ന അതേ സമയം തന്നെയാണ് 40 ചോദ്യത്തിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് 35 ചോദ്യമാണ് നമ്മൾ എഴുതി ശീലിച്ചത്. പക്ഷെ അത് 30 ചോദ്യമാക്കി കുറയ്ക്കുകയും 20 മിനിറ്റാക്കി തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ദെൻ റീസണിങ്ങിനകത്തും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 35 ചോദ്യം ഉണ്ടായിരുന്ന റീസണിങ് 30 ചോദ്യമാക്കി കുറച്ചു. 20 മിനിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിൽ തന്നെയാണ് അപ്പോൾ പരീക്ഷ നടക്കുന്നത്. 1 മണിക്കൂറിൽ തന്നെയാണ് പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത്. 60 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ എക്സാം എഴുതണം. ബട്ട് ഈ എക്സാമിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് QA, റീസണിങ്, ഇംഗ്ലീഷ് 3ലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SBI തന്നെ അവിടെ ബോൾഡ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. ദർ വിൽ ബി നോ സെക്ഷണൽ കട്ട് ഓഫ് ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷന് ഓരോ സബ്ജക്റ്റിനകത്തും ഇത്ര മാർക്ക് വേണം എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ സാധനത്തിൻ്റെ അവൈലബിലിറ്റി ആവശ്യമില്ല. ടോട്ടൽ കട്ട് ഓഫ് മാർക്കുകൾ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
ദെൻ അടുത്ത മെയിൻസ് പരീക്ഷയാണ്. മെയിൻസ് പരീക്ഷക്കകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ ഒരു 3 hours ഓഫ് ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. 3 hours 4 സെഷൻസ് ആയിട്ട് 200 മാർക്സ് ആണ് പറയുന്നത്. ഇനി ആ 3 hours സെഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നൂടെ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് റീസണിങ് എബിലിറ്റി കമ്പ്യൂട്ടർ അവയർനെസ് ആണ് മെയിൻ എക്സാമിനേഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത്. അത് 40 ചോദ്യവും 60 മാർക്കുമായിട്ട് നിങ്ങൾക്ക് 50 മിനിറ്റ് സമയമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 40 ചോദ്യമുണ്ട്, 60 മാർക്കുണ്ട്, 50 മിനിറ്റാണ് സമയം നൽകിയിരിക്കുന്നത്. അടുത്തത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ 30 ചോദ്യമാണ്, പക്ഷേ 60 മാർക്കുണ്ട്, 45 മിനിറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ജനറൽ അവയർനെസ്, എക്കണോമിക് ആൻഡ് ബാങ്കിങ് നോളജിനകത്ത് 60 ചോദ്യവും 60 മാർക്കും 45 മിനിറ്റും എന്നത് ശ്രദ്ധിക്കണം. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രിലിമിനറി എക്സാമിനേഷനിൽ 40 ചോദ്യം ഉണ്ടായിരുന്നു, മെയിൻ എക്സാമിനേഷനിലും 40 ചോദ്യം തന്നെയാണ്. 20 മാർക്കാക്കി മാറ്റിയിരിക്കുന്നു. 40 ചോദ്യത്തിന് 20 മാർക്കാണ് അവൈലബിൾ ആവുന്നത്. സമയം ക്രമം 40 മിനിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ടോട്ടൽ നമുക്ക് 170 ചോദ്യവും 200 മാർക്കും 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മെയിൻ പരീക്ഷ. 3 മണിക്കൂർ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ഏരിയ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഏരിയക്കകത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം മാറി ഇമെയിൽസ്, റിപ്പോർട്ട്സ്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ് എന്നതാക്കി മാറ്റിയിരിക്കുന്നു. ടോട്ടൽ അത് 50 മാർക്ക് ഉണ്ട്, 30 മിനിറ്റും. അതായത് 3.5 മണിക്കൂർ നേരത്തേക്ക് ഇരിക്കുന്ന ഒരു പരീക്ഷയായി മാറുന്നു. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 250 മാർക്കിൽ വരുന്നു. ബട്ട് പ്രിലിമിനറി മെയിൻ എക്സാമിനേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 170 ചോദ്യവും 200 മാർക്കും 3 മണിക്കൂർ സമയവും. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിൽ 50 മാർക്ക് 30 മിനിറ്റായിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കൂടെ ഇത്രയും ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രിലിമിനറി പോലെയല്ല, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് എന്നത് കൃത്യമായിട്ട് SBI നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത 2 സ്റ്റേജുകൾ എന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേജാണ്. അതായത് ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ GD ഗ്രൂപ്പ് എക്സസൈസ് കാര്യങ്ങളാണ്. അതേക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം, അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നതൊക്കെ. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമുള്ളതല്ല. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ്റെ ഫോക്കസിലേക്ക് നമ്മൾ പ്രിപ്പറേഷനെ കൊണ്ടുപോവുക എന്നതാണ്. കൂടാതെ 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷം മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാവട്ടെ. 2025 നമുക്ക് ഒരുപാട് പരീക്ഷകൾ, ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരുപാട് പരീക്ഷകളുണ്ട്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI ക്ലർക്ക് ഉൾപ്പെടെ ഇപ്പോൾ SBI POയും ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുമുണ്ട്. സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമായി മാറട്ടെ 2025. ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. യാതൊരു കാരണവശാലും അപേക്ഷ അയക്കാൻ ലേറ്റ് ആവരുത്. എല്ലായ്പ്പോഴും നമ്മൾ പറ്റിപ്പോകുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് അപേക്ഷ അയക്കാൻ നമ്മൾ പലപ്പോഴും ലേറ്റ് ആവുന്നു എന്നത്. അത് ഒരു കാരണവശാലും സംഭവിക്കരുത്. കൃത്യമായ ഡേറ്റിൽ തന്നെ അപേക്ഷകൾ അയക്കുകയും എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യുകയും ചെയ്യുക. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് ജാനുവരി 16 വരെയാണ് ഡേറ്റ് ഉള്ളത്. പക്ഷേ നമ്മൾ ജാനുവരി 16 ആവാനൊന്നും കാത്തു നിൽക്കുന്നില്ല. നമ്മളിതാ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നേരെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഡു യുവർ ബെസ്റ്റ്.